സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിഴിഞ്ഞത്ത് ബാറിലുണ്ടായ ഒരു നിസാര തർക്കം, അതായത് രണ്ട് മദ്യപാന്മാർ കൂടിയിട്ട് എന്തോ വർത്തമാനം പറഞ്ഞപ്പോഴേ ഒരാൾ പോയിട്ട് അതിൻ്റെ അകത്ത് ഇടപെടുന്നു. ആ ഇടപെട്ട ചെറുപ്പക്കാരനെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തൻ അവൻ്റെ സഹോദരനെ വിളിച്ചു വരുത്തിയിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് അടിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ്. അടിച്ച് കൊലപ്പെടുത്തി അവിടെ ബാറിൻ്റെ മുന്നിൽ വെച്ചിട്ട്. പലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറുകാർക്കൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോഴേ പിടിച്ചു മാറ്റാനോ അങ്ങനെയൊന്നും പോകത്തില്ല. അവരെന്ത് ചെയ്യുന്നു പറയുക, അവരുടെ ഗേറ്റിൽ നിന്നും അടിച്ച് വെളിയിലേക്ക് ഇറക്കും. അതാണ് അവരുടെ ഡ്യൂട്ടി. അവിടെയുള്ള സെക്യൂരിറ്റിക്കാർ എന്ന് പറയുന്ന സീകളുടെ ഡ്യൂട്ടി എന്താ അറിയുക? സീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജകൾ, അവരുടെ ഡ്യൂട്ടി എന്താ അറിയുക? അവിടെ നിന്നും പിടിച്ച് പുറത്താക്കുക. പുറത്താക്കിയിട്ട് എന്തോ ആയിക്കോട്ടെ, ഒരു കുഴപ്പവുമില്ല. എൻ്റെ അഭിപ്രായത്തിന് ആ ബാറ് പൂട്ടിയിടണം. ആ ബാറ് തുറക്കാൻ വിടരുത്, ആ ബാറ് പൂട്ടിയിടണം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടി അപകടം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തൊണ്ടി മുതൽ എന്ന് പറയുന്ന പോലെ കേസ് തീരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ബാർ അവിടെ പൂട്ടിയിടേണ്ടത്, അതിൻ്റെ ലൈസൻസ് റദ്ദാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ആഭാസത്തിനം കണ്ടിട്ട് അവിടെയുള്ള ഒരാൾ പോലും പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ രക്ഷിക്കാനോ ശ്രമിച്ചില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും മൊബൈൽ എടുക്കുന്ന തിരക്കിലായിരുന്നു. മലയാളികളിൽ ഇപ്പം അങ്ങനെയാണല്ലോ, മൊബൈൽ എടുക്കുന്ന തിരക്കിലാണ്. ഒരാളെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊല്ലുമ്പോഴേ ഇവറ്റകളൊക്കെ ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ മൊബൈൽ എടുത്തിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ്. അതാ ഇന്നലെ നടന്നത്, വിഴിഞ്ഞത്താണ് നടന്നിരിക്കുന്നത്. അതാ എനിക്ക് തോന്നി ഈറ്റുകളൊന്നും മനുഷ്യരല്ലേ, അതാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും എന്ന് പറഞ്ഞാൽ ബാറുകാരുടെ വീഴ്ച തന്നെയാണ് ഇത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തീർക്കേണ്ടത് ബാറുകാർ തന്നെയാണ്. അതായത് സമാധാനപരമായിട്ട് തീർക്കേണ്ടത് ബാറുകാരാണ്. പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറുകാർ അവിടെ നിന്നും വെളിയിലാക്കുക, അതേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ യുവമാർക്ക് എന്താ കേസ് ഉണ്ടാവുക? യുവമാർ കുറേ കഴിഞ്ഞാൽ യുവമാർ ജാമ്യത്തിൽ ഇറങ്ങും, അത്ര തന്നെ. കുറേ കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു കേസിൽ വീണ്ടും ഗുണ്ടകളായിട്ട് മാറും. അതായത് ഈ ബാറിലൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ലഹരിയിലാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിറ്റിലായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ബാറിൽ വെള്ളം മാത്രമല്ല, വേറെ എന്തെങ്കിലും സാധനം കൂടി അടിച്ചിട്ടുണ്ടാവും അതിൻ്റെ കൂടെ. അതൊക്കെ അടിച്ചിട്ടായിരിക്കും ബാറിൽ വന്നിട്ട് വെള്ളം അടിക്കുന്നുണ്ടാവുക. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ഭയങ്കര ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരുത്തം വന്ന് നടന്നു പോകുമ്പോൾ പള്ളക്ക് കത്തിയേറ്റിയാൽ പോരെ? മനുഷ്യന്മാർക്കിടെ ഒരു വിലയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം, ഒരു വിലയില്ല. അതായത് നമുക്കിപ്പോഴും വെളിയിലിറങ്ങി നടക്കാൻ പറ്റൂല, ഒരു ബാറിൻ്റെ മുന്നിലൂടെ നടക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ കുടിച്ചു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞിട്ടോ എന്തെങ്കിലും നോക്കിയിട്ടോ ഉണ്ടെങ്കിൽ അപ്പോഴെന്താണ് നോക്കുന്നത്? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരോടും പറയുന്നത്, അതായത് ഈ വെള്ളടിച്ചവനെ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ ഏടിയും പോണ്ട, ബാറിൻ്റെ മുന്നിൽ നിന്നാൽ മതി. അതിൻ്റെ മുന്നിൽ അവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ ഈ ഡ്രൈവറേയും വെച്ചിട്ടാണോ കള്ളു കുടിക്കാൻ വരുന്നത്? ഒരിക്കലും അല്ല. അവിടെ ബാറിൻ്റെ മുന്നിൽ നിൽക്കുക നിങ്ങൾ പോയിട്ട്, അവിടെ ഇഷ്ടംപോലെ കള്ളുകുടിയന്മാരെ കിട്ടും. ഓരോരുത്തന്മാർ പോകുന്ന പോക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മോനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മൾ വഴിയിലൂടെ നടക്കുന്നത്. അതായത് അമ്മാതിരി പോക്കാ പോകുന്നത്. ഇവനൊക്കെ വെള്ളടിക്കാൻ വന്നിട്ട് ഈ സാധനം കൊണ്ട് പോകുന്നതാണ്, വണ്ടിയും കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പാർക്ക് ചെയ്ത വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡ്രൈവറേയും കൂട്ടിയിട്ടല്ല വരുന്നത്, ഇവരൊക്കെ നല്ല രീതിയിൽ മദ്യപിച്ചിട്ടാണ് വെളിയിലേക്ക് പോകുന്നത്. അതാണ് ഞാൻ പറയുന്നത്. വേണമെങ്കിൽ അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഇത് കിട്ടും. പക്ഷെ അവിടെയൊന്നും ആരും നിൽക്കൂല, അവിടെയൊന്നും ആരും നിൽക്കാനും വിടൂല. കാരണം എന്താ വെച്ചാൽ ബാറുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പിടിപാടുള്ളവനായിരിക്കും, നല്ല പിടിപാടുള്ളവനാ ബാറുകാരൻ. മന്ത്രിസഭയിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ എല്ലാ തലത്തിലും നല്ല പിടിപാടുള്ളവനാ ബാറുകാരൻ. കാരണം എന്താ, ഓൻ ഒരുപാട് പൈസയും ഇറക്കിയിട്ടാണ് ഈ സാധനമൊക്കെ വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷന് വാരി കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ആരും എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ബാറ് ഓടണമെന്ന് പറയത്തില്ല. അതായത് ബാറ് അടച്ചിടണം, അതാ വേണ്ടത്. ബാർ അടച്ചിട്ടിട്ട് ഇപ്പോഴൊന്നും തുറക്കാൻ പാടില്ല. അതെന്ന് പറഞ്ഞാൽ അനിഷ്ട സംഭവങ്ങൾ ഇല്ലാതിരിക്കേണ്ടത് ബാറുകാരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് പറയുന്നത് കുറച്ച് കയ്യൊക്കെയുള്ള 4 സെക്യൂരിറ്റികൾ വെക്കുക, അതാ വേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ അവശരായ സെക്യൂരിറ്റിനെ അല്ല വെക്കേണ്ടത്. വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് 2 പൊട്ടിക്കാനും പിരിച്ചുവിടാനും കഴിവുള്ള ഒരുത്തനായിരിക്കണം. അങ്ങനെയുള്ള ഒരു 3-4 ആൾക്കാരെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും നടക്കൂല. വിഴിഞ്ഞത്തല്ല, ഇനി കന്യാകുമാരില്ല, എവിടെ വേണമെങ്കിലും നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു മാറ്റാൻ ആളില്ല, ക്യാമറ പിടിക്കാൻ ആളുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ നോർമലല്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ലഹരി കടിമകൾ തന്നെയാണ്. ഇപ്പോഴും കാണുന്ന ഒരു സംഭവമാണിത്. ബസ്സിൽ കയറി കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബസ് ഓടിക്കുന്നവനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ ഏത് ലഹരിയിലാണ് ഇങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. അത്രമാത്രം ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് പോകുന്ന കുറേ പ്രൈവറ്റ് ബസ്സുകാരുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള സംഭവമായി മാറിയിരിക്കുകയാണ് ബാറിലുള്ള കശപിശകൾ, അതേ തുടർന്നുണ്ടാകുന്ന കൊലപാതകങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ് മക്കളെ പോയിട്ട് ജീവിക്കുക? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബാറുകാരൻ്റെ പേരിലാണ് ആദ്യം കേസെടുക്കേണ്ടത്. അവിടെയുള്ള ബാറുകാരനും പ്രതികൾ തന്നെയാണ്. ഒരു കാരണവശാലും അവറ്റകളിൽ നിന്നും വെറുതെ വിടാൻ പാടില്ല. കാരണം അത്രയും നീചമായ പ്രവൃത്തിയാണ് ചെയ്തത്.
ഒരുത്തനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലിക്കൊല്ലുമ്പോൾ ഒരെണ്ണെങ്കിലും പോയിട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടാണെങ്കിൽ അവന്മാർ ഓടിക്കളഞ്ഞേനെ. അതാ നിങ്ങൾ ആലോചിക്കേണ്ട. ഒരു കുടുംബത്തിൻ്റെ അത്താണിയിലെ പോയത്, അവൻ്റെ ബാറിൽ കയറിയിട്ട് കുറച്ച് കള്ളു കുടിച്ചു എന്നുള്ളൊരു കുറ്റം മാത്രമല്ലേ ചെയ്തത്. അപ്പോഴോ ചോദിക്കും എന്തിനാണോ അങ്ങോട്ട് പോയത് എന്ന്. ഇത് തുറന്നു വെച്ചിട്ടല്ലേ എല്ലാവരും പോകുന്നത്. ഇത് അടച്ചിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും പോകുമോ? ഒന്നാം തീയതി ആരെങ്കിലും പോകുന്നുണ്ടോ? വേണ്ടവനൊക്കെ എന്ന് പറഞ്ഞാൽ തലേന്ന് രാത്രി കൊണ്ടുവരുന്ന വീട്ടിൽ സൂക്ഷിക്കുന്നില്ലേ? അതുപോലെ ആയിരിക്കണം അറിഞ്ഞ്. എന്താ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ തുറന്ന് വിട്. പിന്നെന്ന് പറഞ്ഞാൽ ബാറുകാരനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവനൊക്കെ ഞാൻ പറഞ്ഞല്ലോ നല്ല പിടിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവനെയൊന്നും നിങ്ങൾക്കൊരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. പാവപ്പെട്ടവൻ്റെ ജീവൻ അങ്ങനെ പോയി, അത്രയേ ഉള്ളൂ. വേറെ എന്നാ നടക്കേണ്ടത് ഇവിടെ? എന്നാലും ഏതെങ്കിലും ഒരുത്തനെങ്കിലും ഒരു എന്താ പറയുക, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ആണായി പിറന്നവെന്നൊക്കെ പറയുന്നില്ലേ, ഒരെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞ് ഒരെണ്ണെങ്കിലൂടെ നേരെയുണ്ടെങ്കിൽ ആ ഒരു ഇന്നലെ ഒരു അനിഷ്ട സംഭവം നടക്കൂല. ആ വീഡിയോ പിടിക്കുന്ന സമയം വേണ്ടായിരുന്നേ. വീഡിയോ പിടിക്കുന്ന സമയം, അതായത് വീഡിയോ പിടിക്കുന്ന ആളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജീവൻ പോയോ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഒരുത്തനെങ്കിലും പോയിട്ട് ഒരു കല്ലെങ്കിലും പൊറുക്കി എറിഞ്ഞാൽ പോരെ. ഇല്ലെങ്കിൽ ആ നിമിഷം കൊണ്ട് തന്നെ ഏതെങ്കിലും പോലീസുകാരെ വിളിച്ചാൽ പോരെ. അല്ലെങ്കിൽ ബാറിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു 10 ആളെ വിളിച്ചൊന്ന് കാണിച്ചൂടെ? ഒരാൾ പോലും ഇടപെടാതെ. ഇത് ഭയങ്കര ഡേഞ്ചറാണ് ഈ സംഭവം. നാളെ എനിക്കായാലും നിങ്ങൾക്കായാലും ചിലപ്പോൾ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഇതുപോലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ ക്യാമറ എടുത്തിട്ട് മൊബൈൽ പിടിക്കാൻ എല്ലാവരും ഉണ്ടാകും. അല്ലാതെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇത് വളരെ അപകടം പിടിച്ചൊരു സംഭവമാണ്. ഒരു കാരണവശാലും ഇത് അനുവദിച്ചുകൂടാ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദേശ രാജ്യങ്ങളിൽ ഇമാതിരി തൊട്ടിത്തരൊന്നുമില്ല. അവിടെ അപകടം പിടിച്ച് പരിക്കേറ്റ് കിടക്കുന്നവൻ്റെ വീഡിയോ ഒന്നും ആരും പിടിക്കത്തില്ല പോയിട്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മറിച്ചാ എല്ലാവരും പറയുന്നത് എന്താ അറിയാം, അതെല്ലാം ഉണ്ടാക്കിയല്ലേ തെളിവുണ്ടാവുള്ളൂ എന്ന്. ഒരു മണ്ണാങ്കട്ടിയില്ല. എന്നാൽ തെളിവുണ്ടെങ്കിൽ നാളെ തന്നെ അവർക്ക് ശിക്ഷ വിധിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ തെളിവ് നോക്കിയിട്ട് ശിക്ഷ വിധിക്കണ്ടേ? ഇനിയിപ്പോൾ യുവന്മാർക്ക് വിചാരണ, അതുപോലെ തെളിവെടുപ്പ്, പിന്നെ സാക്ഷികൾ, ഇതൊക്കെ എന്തെല്ലാം വേണം പരിപാടി എന്ന് കഴിഞ്ഞാൽ മാത്രമേ ഇതിനൊക്കെ ശിക്ഷ കിട്ടിയില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നിങ്ങൾ ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത് തന്നെ അയാളെ രക്ഷിക്കാൻ നോക്കുക. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറുകാരൻ്റെ ലൈസൻസ് താൽക്കാലികമായിട്ട് കട്ട് ചെയ്യുക. ഒരു 5-6 മാസമെങ്കിലും അവൻ തുറക്കാണ്ടിരിക്കട്ടെ. അപ്പോഴും മാത്രമേ അവിടെ നന്നാവുള്ളൂ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇതന്നെ സ്ഥിതി. ഞാൻ പറഞ്ഞില്ലേ, ബാറുകാർ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. എന്തെങ്കിലും തരത്തിലുള്ളിൽ കച്ചറയായി കഴിഞ്ഞാൽ അവർ നേരാന്ന് പറഞ്ഞാൽ അവരുടെ കൈ കഴുകാൻ വേണ്ടിയിട്ട് അവർ ഗേറ്റിന് പിടിച്ച് പോലെ വെളിയിലാക്കും, അത്രയേ ഉള്ളൂ. അവിടുന്ന് പിന്നീട് അടിയായി മരണമായി, എന്നാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇതാണ് മിക്ക സ്ഥലങ്ങളിലും നടക്കുന്നത്. അതുകൊണ്ട് ബാറുകാരുടെ അനാസ്ഥ തന്നെയാണ് ഈ ഒരു സംഭവത്തിന് കാരണം, അല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്നുകിൽ ഇതിൻ്റെ ഓണറെ തന്നെ ഒന്നാം പ്രതിയാക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികളുടെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടിയിട്ട് അവറ്റകളാന്ന് പറഞ്ഞാൽ അവറ്റകളുടെ തന്തയും തള്ളയും ഒക്കെ എന്ന് പറഞ്ഞാൽ വഴിയിലിറങ്ങി തണ്ടണം. അമ്മാതിരി ഇതാകണം. ആ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടിയിട്ട് ഈ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിന് കൊടുക്കണം. അതാ വേണ്ടത്. അതായത് അത് എത്രയായാലും ശരി, വീട് വിറ്റിട്ടായാലും ശരി, ഇവൻ്റെയൊക്കെ എന്ന് പറഞ്ഞ് ഇവനൊക്കെ ഇനിയെന്ന് പറഞ്ഞാൽ ജയിലിൽ പോയിട്ട് വരുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇവൻ്റെ തന്തയും തള്ളിയൊക്കെ ഇങ്ങനെ വഴിയാധാരമായിട്ടുണ്ടാകണം. കാരണം ഈ നികഷ്ട ജീവികളെ വളർത്തിയത് അവറ്റകളാണ്. അവറ്റകൾക്കാണ് ആദ്യത്തെ പൊട്ടിക്കേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. നന്ദി, നമസ്കാരം. ഇതിൽ എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, അവിടുന്ന് അത് നിങ്ങൾ പറ. ബൈ.